കേരള മനസാക്ഷി ഒന്നടങ്കം ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥിയുടെ ദാരുണാന്ത്യത്തിന് മുന്നിൽ. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ 2ാം വർഷ വെറ്റിനറി സയൻസ് ബിരുദ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ ഹോസ്റ്റൽ ബാത്റൂമിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. SFI പ്രവർത്തകരടങ്ങുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ അതിക്രൂരമായ റാഗിങ്ങിനിരയായാണ് സിദ്ധാർത്ഥ് മരിച്ചത് അഥവാ കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 18 പ്രതികളാണ്. ഇതിൽ 4 പേർ SFI എന്ന വിദ്യാർത്ഥി സംഘടനയിൽ ഉൾപ്പെട്ടവരും. പ്രശ്നം മുഖ്യധാരയിലെത്തിയ ഉടനെ SFI ഇവരെ സംഘടനയിൽ നിന്നും പുറത്താക്കുകയും സമഗ്രമായ അന്വേഷണമൊക്കെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവം പുറം ലോകം അറിയാനെടുത്തത് 5 ദിവസമാണ്. ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അധികാരഹുങ്കിൻ്റെ പുറത്ത് നടത്തിയ ഒരു കൊടും ക്രൂരതയെ കേവലം റാഗിംഗ് എന്ന് മാത്രം വിളിക്കാനാവും. വാലന്റൈൻസ് ഡേ ദിവസം സീനിയർ വിദ്യാർത്ഥികൾക്കൊപ്പം ഡാൻസ് ചെയ്തു എന്നതാണ് സിദ്ധാർത്ഥിനെ വിചാരണ ചെയ്യാൻ അവർക്ക് കിട്ടിയ കാരണം. അതിന് 130ഓളം വിദ്യാർത്ഥികൾക്ക് മുന്നിൽ സിദ്ധാർത്ഥിനെ വിവസ്ത്രനാക്കി നിർത്തി അപമാനിച്ച് ബെൽറ്റ് മുറിയും വരെയും കമ്പി കൊണ്ടും ഇലക്ട്രിക് വയർ കൊണ്ടും അവനെ മർദ്ദിച്ചും ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ നൽകാതെ പട്ടിണിക്കിട്ടുമാണ് പ്രതികൾ ശിക്ഷിച്ചത്. സ്റ്റുഡൻസ് യൂണിയനുകൾ ക്യാമ്പസുകളിൽ നിരോധിക്കണം, വിദ്യാർത്ഥി സമരങ്ങൾ കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അനുവദിക്കരുത് എന്നതുപോലെയുള്ള ജനാധിപത്യ വിരുദ്ധമായ പ്രസ്താവനകൾ കേരളത്തിൽ പലപ്പോഴും ഉയർന്നു കേട്ടിട്ടുള്ളതാണ്. എന്തിന് കേരളത്തിൻ്റെ ഹൈക്കോടതി സ്റ്റുഡൻസ് യൂണിയനുകൾ നടത്തിവരുന്ന സമരങ്ങൾ ക്യാമ്പസുകളിൽ നിരോധിക്കുക പോലും ചെയ്തു. ഈ സാഹചര്യങ്ങളിലെല്ലാം വിദ്യാർത്ഥി യൂണിയനുകളുടെ പ്രവർത്തനത്തിനും നിലനിൽപ്പിനും വേണ്ടി വാദിച്ചവരാണ് കേരളത്തിലെ മനുഷ്യർ. പക്ഷേ വിദ്യാർത്ഥി യൂണിയനുകളിലെ പ്രിവിലേജുകളും സംഘടനാ കെട്ടുപാടുകളുടെ സുരക്ഷിതത്വവും അധികാര മനോഭാവങ്ങളും ഒന്നും ഒരിക്കലും ഒരു വ്യക്തിയെയും തൻ്റെ സഹജീവികളെ പട്ടിണിക്കിടാനോ പച്ചവെള്ളം കുടിക്കുന്നതിൽ നിന്ന് തടഞ്ഞു വെക്കാനോ ഉള്ള പ്രിവിലേജുകൾ നൽകാൻ പാടുള്ളതല്ല. സിദ്ധാർത്ഥിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അവൻ്റെ ശരീരത്തിൽ 3 ദിവസം പഴക്കമുള്ള ഒട്ടേറെ മുറിവുകൾ, തലയ്ക്കും താടിയെല്ലിനും ക്ഷതം, വയറ്റിൽ ഒരു തുള്ളി വെള്ളമോ ആഹാരമോ ഇല്ല എന്നാണ് പറയുന്നത്. ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കേന്ദ്ര ആശയം എന്നത് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരെ ശാക്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു വിദ്യാർത്ഥിയെയോ അവൻ്റെ അഭിപ്രായങ്ങളെയോ ഒറ്റപ്പെടുത്തി ആക്രമിക്കുക എന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം കേരളത്തിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളുടെ നേതൃത്വത്തിൽ സംഭവിച്ചെങ്കിൽ അത് SFI ഇതുവരെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ച മൂല്യങ്ങളുടെ മുഴുവൻ പരാജയമാണ്. അതിനെ കൂടുതൽ തീക്ഷ്ണമായ രീതിയിൽ അന്വേഷിക്കേണ്ടതും വിലയിരുത്തേണ്ടതും SFI തന്നെയാണ്. കാരണം 18 പ്രതികളിൽ 4 പേർ എന്നത് ഒരു ചെറിയ കാര്യമല്ല, പ്രത്യേകിച്ചും ആ 4 പ്രതികൾ SFIയിലെ നേതാക്കന്മാരാകുമ്പോൾ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ ന്യായീകരണങ്ങൾ കൊണ്ട് കൈകഴുകാൻ ആ പ്രസ്ഥാനത്തിനാവില്ല. വിദ്യാർത്ഥികളെ ഒപ്പം നിർത്താനും പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ മനസ്സ് കീഴടക്കാനും കഴിയുമ്പോൾ മാത്രമാണ് ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെയും അതിൻ്റെ നേതാക്കന്മാർക്കും വിശ്വാസ്യത ഉണ്ടാകുന്നത്. മറിച്ച് സഹപാഠികളുടെ മേൽ കയ്യൂക്ക് കാണിച്ച് അവരെ പീഡിപ്പിച്ച് അവർക്ക് മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം, അതിനി റാഗിംഗ് എന്ന് പേരിട്ട് വിളിച്ചാലും ഇല്ലെങ്കിലും അത് മുതലാളിത്വ മേൽക്കോയ്മയാണ്.